പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മാതാവിനെയും സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ജാൻമണിയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിലേക്ക് പരാതി പ്രവാഹമാണ്. ജാൻമണിക്കെതിരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലും അസം പോലീസ് മേധാവിയുടെ ഓഫീസിലും വരെ പരാതികൾ എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, ജാൻമണി അധിക്ഷേപിച്ച പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയുമാണ്. അപ്പോൾ കാര്യങ്ങൾ അതീവ ഗൗരവകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സംസ്ഥാനത്തുടനീളം മാത്രമല്ല, ഭാരതത്തിന്റെ അങ്ങോളം ഇങ്ങോളം ജാൻമണിക്കെതിരെ പ്രതിഷേധ പ്രവാഹമാണ്. ഇപ്പോൾ എങ്ങനെയാണ് ജാൻമണിയുടെ ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്? എന്താണ് ജാൻമണിക്ക് എന്തെങ്കിലും വിശദീകരണം ഉണ്ടോ? അശ്വതി കൃഷ്ണരാജ്, ഗുഡ് മോർണിംഗ്. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, സംസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തും പരാതി പ്രവാഹമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. പ്രധാനമായും ഇക്കഴിഞ്ഞ 21-ാം തീയതിയാണ് ഒരു സമൂഹ മാധ്യമത്തിലൂടെ ജാൻമണി ദാസ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. അതായത് പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ 100 വയസ്സ് കഴിഞ്ഞ മരണപ്പെട്ട മാതാവിനെയും അതിമോശമായ രീതിയിൽ അവർ ചിത്രീകരിക്കുകയായിരുന്നു. അതുമാത്രമല്ല, പ്രധാനമന്ത്രിയുടെ പിതൃത്വം അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് അവർ സംസാരിക്കുകയും ചെയ്തത്. അന്ന് തന്നെ ഈ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നതാണ്. തൊട്ടു പിന്നാലെയാണ് യുവമോർച്ച ആദ്യമായി പരാതി നൽകുന്നത്. തൊട്ടു പിന്നാലെ BJP മഹിളാ മോർച്ച പ്രവർത്തകർ പരാതിയുമായി എത്തി. പ്രധാനമന്ത്രിയെ ഇഷ്ടപ്പെടുന്ന പൊതുസേവകരായിട്ടുള്ള നിരവധി ആളുകളും ഇത്തരത്തിൽ സ്വമേധയാ പരാതികളുമായി എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിനകത്ത് വിവിധ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള സ്റ്റേഷനുകളിൽ, ഒപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവി, അസം പോലീസ് മേധാവി അടക്കമുള്ളവർക്ക് പരാതി എത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ട് തന്നെ പരാതിയുടെ പ്രവാഹമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിരവധി ജില്ലകളിൽ എത്തിയിട്ടുള്ള പരാതികളിൽ മേൽ പോലീസ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും സൈബർ പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ചാണ് സൈബർ പോലീസിലേക്ക് പരാതി എത്തിയിട്ടുള്ളത്. സൈബർ പോലീസും പ്രധാനപ്പെട്ട വകുപ്പുകൾ ജാൻമണിക്കെതിരെ ചുമത്തിക്കൊണ്ട് തന്നെയാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചു, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പിതൃത്വം അടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് ചോദ്യം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അതിന് ഇടയിൽ തന്നെ തൊട്ടു പിന്നാലെ സമൂഹ മാധ്യമത്തിലൂടെ തന്നെ ഒരു മാപ്പപേക്ഷ ജാൻമണി ദാസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും തീരില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത്. ഇന്ന് രാവിലെയും ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേഷനുകളിലേക്ക് പരാതികൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ജാൻമണിയുടെ അറസ്റ്റ് വേണമെന്നൊരു ആവശ്യമാണ് വിവിധ സംഘടനാ പ്രവർത്തകർ, രാഷ്ട്രീയ നേതൃത്വം അടക്കമുള്ളവർ അറിയിക്കുകയും ചെയ്യുന്നത്. കാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വ്യക്തിയെ പ്രധാനമന്ത്രിയാണ് തൊട്ടുകളിച്ചിരിക്കുന്നത്. അത്രത്തോളം ആദരണീയനായ, അല്ലെങ്കിൽ അത്ര ആദരവോടെ കാണേണ്ട അദ്ദേഹത്തെയാണ് അതിരൂക്ഷമായ ഭാഷയിൽ ജാൻമണി അങ്ങേയറ്റം അധിക്ഷേപം കലർന്ന പരാമർശം നടത്തിയത്. എന്തായാലും ഇത് മാപ്പ് പറഞ്ഞുവെങ്കിലും അത് പറയാൻ പാടില്ലാത്തത് തന്നെ, അറിയാതെ പറ്റിപ്പോയത്, ഒരു നിമിഷത്തിൽ തോന്നിയെന്നൊക്കെ പറയാൻ പറ്റുമോ? പ്രധാനമന്ത്രിക്ക് പറയുമ്പോൾ സ്വാഭാവികമായും ചിന്തിച്ച് തന്നെ പറഞ്ഞതാവും, ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ കേസുകൾ ഒക്കെയും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് വഴിതിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു പബ്ലിക് ഫെയിം സ്റ്റണ്ട് സജീവമായി തുടരുകയാണ്. ഈ നീലക്കുയില്, പച്ചക്കുയില്, ബാക്കി മാധ്യമങ്ങളുടെ പേരുന്നു. അപ്പോൾ ഈ ഓൺലൈൻ മീഡിയയ്ക്ക് മുൻപിൽ ആരാണ് നല്ല ബൈറ്റുകൾ കൊടുക്കുന്നത്, ആരുടെ, അങ്ങനെ ആ ഒരു തരത്തിലുള്ള ഒരു പബ്ലിക് ഫെയിം സ്റ്റണ്ട് കൂടി നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ജാൻമണിയുടെ വായിൽ നിന്നും ഈ വിടുവായത്തം വീണത്. എന്തായാലും ജാൻമണി കരുതിയിരുന്നുള്ളൂ, കൈവിലങ്ങ് എപ്പോൾ വേണമെങ്കിലും വെക്കാമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ശാലിനി പങ്കുവച്ചത്.